ചേച്ചി ചേച്ചി ഇന്ന് വീട്ടിൽ ആരുമില്ലേ? എന്തുവായിരുന്നു? ചേച്ചി പഴയ അലൂമിനിയം പാത്രം, പുക്ക് പേപ്പർ, ആക്രി സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. ചുമ്മാ പോളീസ് അല്ല ചേച്ചി. ഇന്ന വീട്ടിലെ ഒരു പെരിയ പ്ലാസ്റ്റിക് ചാക്കിലെ നിറയെ ആക്രി സാധനങ്ങൾ മൂടി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. ആ അതെങ്ങനെ മനസ്സിലായി? ചേച്ചിയുടെ മുഖം பார்த்தாലേ എനിക്ക് തെറിയും. ആണോ? അവളുടെ മുഖം നോക്കി ലക്ഷണം ചൊല്ലും, കൈ നോക്കി ഫലവും പറയും. ആ ഇതുപോലെ കുറേ തട്ടിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ചേച്ചിയുടെ നാക്ക് നീട്ടി നീട്ട്. നല്ല കരുനാക്ക്. ഈ നാക്ക് കൊണ്ട് എന്ത് ചൊല്ലിയാലും അപ്പടിയേ ഫലിക്കും. ആ അതെല്ലാവരും പറയാറുണ്ട് എൻ്റെ കരുനാക്ക നാക്കെടുത്ത് വളയ്ക്കരുത്, നാക്കെടുത്ത് വളച്ച് അതുപോലെ കിടക്കും. ഞാൻ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പോതും ഇനി നാക്കെടുത്ത് ഉള്ളിലിട്ടോ. നിങ്ങളുടെ ഭാഷയും സംസാരം കേട്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ. ചേച്ചിയോട് ഞാൻ സത്യം ചൊല്ലട്ടെ. അപ്പോൾ ഇത്ര നേരം കള്ളമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അയ്യോ അപ്പടിയല്ല ഞാൻ പേസിയേ. പിന്നെ ഞാൻ തമിഴല്ലേ, ഞാൻ മലയാളി. ആ മലയാളിയായിരുന്നു. എന്നിട്ടാണ് നീ അറിയാൻ പാടില്ലാത്ത ഭാഷ സംസാരിക്കുന്നത്. അറിയാവുന്ന ഭാഷയെല്ലാം സംസാരിച്ചാൽ പോരായോ? അന്ന് ചേച്ചി മലയാളം ചൊല്ലിയാൽ യാരുമേ ഒരു ചാമാനോ തറമാട്ടെ. അത് മലയാളത്തിൽ പറഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടല്ലോ ഇയാൾക്ക്, വല്ല കൂലിപ്പണിക്കും പോലോ എന്ന് ആൾക്കാർ ചോദിക്കും. സത്യമില്ലയോ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വല്ല കൂലിപ്പണിക്ക് പോയി ചോദിക്കരുതോ? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതുകൊണ്ടാണ് ഞാൻ ഈ മലയാളം പറയാത്തത്. പക്ഷെ ഞാനൊരു കള്ളനല്ല. അതൊക്കെ പോട്ട് വീട് എവിടാ? കായംകുളം. അപ്പോൾ പേരോ? കൊച്ചുണ്ണി. ആ ഉള്ളവൻ്റെ അടുത്ത് ഇല്ലാത്തവന് കൊടുക്കുമായിരിക്കും. അത് ഒറിജിനൽ കൊച്ചുണ്ണി. ഇത് ഏൻ പേര് കൊച്ചു, ഏൻ അപ്പാ പേര് ഉണ്ണി. ആ കൊച്ചുണ്ണി. ചേച്ചിയുടെ വലത് കൈ ഒന്ന് കാട്ടെ. നല്ല ഐശ്വര്യமான കൈ, ഐശ്വര്യமான മുഖം. ഈ കൈ കൊണ്ടൊന്ന് കിട്ടിയ മുതലാക്കല്ലേ? മുതലെന്ന് ചൊല്ലിയാൽ ആദ്യം ഈ കൈ കൊണ്ട് ആദ്യം ഒരു കൈനീട്ടം കിട്ടിയ ഐശ്വര്യമായിരിക്കും. ഇന്ന കയ്യിലെ പ്രധാന ലോങ് ലൈൻ കണ്ടോ? ഇതാണ് ആയുർ ലൈൻ, ആയുർ രേഖ. ആയുസ് ഒരുപാട് എടുക്കും. ചേച്ചി മരിക്കും മഴ ജീവിക്കും. ഈ രേഖ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഈ ഇവിടെ വന്ന് സ്റ്റോപ്പ് പണിയിരിക്കുന്ന ലൈൻ, ഇതാണ് പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ. ചേച്ചി ഇരിക്കുന്ന ഇന്ത്യ ഇടത്തിൽ ഒരു ദാരിദ്ര്യമില്ല. ദാരിദ്ര്യം ഇവിടെ സ്റ്റോപ്പ് പണിയിருக்கு. ഐശ്വര്യமான കൈ. ഓ കോടി പുണ്യം കിട്ടും. വേറെയും ചില പ്രശ്നങ്ങൾ ഇருக்கு. ദഹനക്കേട്, പുളിച്ചു തകട്ടല്, ഉടമ്പിൽ കൊഞ്ചം പ്രശ്നം ഇருக்கு. മനസ്സിലായി. ഇന്നലെ കുളിമന്തിയാ കഴിച്ചല്ലേ? ഇന്ന വീടിന്റെ കട്ടളപ്പടിയിലെ ഒരു ചെറിയ ബോർഡ് എഴുതി വെക്കണം. ചേച്ചി പേരെന്നാ? രേഷ്മ ചേച്ചി ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്. ചേച്ചി ഇനി എന്താ പ്ലാസ്റ്റിക് ചാക്കിലെ ആക്രി സാമാനം എടുത്താട്ടെ. അടുക്കളയുടെ സൈഡിലായിട്ട് ഇരിപ്പുണ്ട്, എടുത്തോ. പിന്നെ അതെ അതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് ആവശ്യമുള്ളതുണ്ടേ. ആ അത് ചേച്ചി എടുത്തോ. കുറച്ച് സാധനങ്ങളെ ഉള്ളല്ലോ ചേച്ചി. അതിനകത്ത് എനിക്ക് ഇത് എനിക്ക് വേണ്ടായിരുന്നേ. അത് ചേച്ചി എടുത്തോ. അയ്യോ അതെടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ചന്തയിൽ പോയപ്പം ചോറൊക്കെ മേടിച്ച കാല ഇതെടുക്കട്ടെ കേട്ടോ. അയ്യോ ഈ കലങ്ങി വെച്ച് ഞങ്ങളുടെ അമ്മായിയമ്മ കുടിവെള്ളം തിളപ്പിക്കുന്നതല്ലോ, ഇത് വേണ്ടായിരുന്നു കേട്ടോ. അയ്യോ ആ പാവ എടുക്കല്ലേ, എൻ്റെ ഒന്നാം പറഞ്ഞ ഞങ്ങളുടെ അമ്മ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചു തന്നത്. ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് വേണ്ട കേട്ടോ. അതിനകത്ത് അടിച്ച് കുറച്ചുകൂടെ കഴിക്കാൻ വേറെ വേണമായിരുന്നു. വേറെ എന്തെങ്കിലും അതിനകത്ത് എന്തൊക്കെ വെച്ചേക്കാം, അടയ്ക്കാൻ നല്ലത്. അതിൻ്റെ അടുത്ത് വിളിക്കൊണ്ടായിരുന്നു പറയാനില്ല. അപ്പോൾ അതിവിടെ വെച്ചേക്കാം. എമർജൻസിക്ക് മാറ്റം വെച്ചിട്ട് അതിനെല്ലാം കുഴപ്പമൊന്നുമില്ല. അത് കിട്ടും. ചെരുപ്പിൻ്റെ ഓർമ്മ അതിങ്ങനെ തരും. തേച്ച് എടുത്തോളാം. എത്ര രൂപ കിട്ടും ചേട്ടാ കുപ്പിക്ക്? ഈ 2 കുപ്പിക്ക്. ഇത് എത്ര വർഷമായിട്ട് ഈ ചാക്ക് ഇവിടെ പൂട്ടിക്കെട്ടി വെച്ചേക്കുമായിരുന്നു? 2 വർഷം. 2 അല്ല 20 വർഷം കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചേക്കത്തേ ഉള്ളൂ. ഐശ്വര്യമായ ചേച്ചി പോലും. പിന്നെ വന്നേക്കുന്നു.